ഹലോ. ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് അദ്രിയുടെ പിറന്നാളാണ്. അപ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ വിടുന്നുണ്ട് അവനെ. വൈകുന്നേരം നമ്മൾ ചെറുതായിട്ട് ആഘോഷമൊന്നുമില്ല, ചെറിയൊരു കേക്ക് കട്ടിങ്ങും ഭക്ഷണം കഴിക്കലൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെ അവനൊരുക്കി അവനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4:15 കൂടിയിട്ട് അവൻ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതിനിടയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കുകയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ്, അത് മാത്രമേ നമ്മൾ വിചാരിക്കുന്നുള്ളൂ. പിന്നെ അതിലേക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവൻ്റെ കളിക്കൂട്ടുകാരൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പായസമൊക്കെ കൊടുത്തു. അപ്പോൾ എൻ്റെ മീശ വന്നത് കണ്ടോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അവൻ. അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞ് അവനെ മേലൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മളത് ഈ ഡ്രസ്സാണ് അവൻ ഇടിയിക്കുന്നത് കേട്ടോ കേക്ക് കട്ടിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ എൻ്റെ അച്ഛൻ എത്തിയിട്ടുണ്ടായിരുന്നു, പിന്നെ എൻ്റെ അമ്മയും അമ്മമ്മയൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ഈ അഭ്യാസമൊക്കെ എൻ്റെ മുന്നിൽ നിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലേക്ക് ചെറിയൊരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് വേറെ ഒന്നല്ല, ഇതാണ് കേട്ടോ. ഒരു സൈക്കിളാണ്. അവന് സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഫ്രണ്ട്, വീടിൻ്റെ അടുത്തുള്ള അവൻ്റെ കൂട്ടുകാരൻ സൈക്കിളൊക്കെ ഇങ്ങനെ ചവിട്ടാൻ അവന് കൊടുക്കുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചവിട്ടുക. അതുപോലെ വേഗം അവൻ ഒരു പേടിയില്ലാതൊക്കെ ഇങ്ങനെ ചവിട്ടണുണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെയൊക്കെ ചവിട്ടില്ലേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അവനായിട്ട് ഒരുപാട് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല, എന്നാലും നമുക്ക് അവനത് ഒരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങിക്കൊടുക്കണേ അവന് ഒരുപാട് സന്തോഷമാവില്ലേ. കാരണം അവൻ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ സൈക്കിൾ ഓടിക്കണ നമ്മൾ കാണാറ്. അപ്പോൾ നമ്മളെന്തായാലും ഈ ഒരു പിറന്നാളിന് അവന് സൈക്കിള് തന്നെ സർപ്രൈസായിട്ട് കൊടുക്കാൻ നമ്മളിത് മുകളിലെടുത്ത് വെച്ചേക്കായിരുന്നു. അവൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഇത് ഇറക്കി കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം വെച്ച് കണ്ട ഉടനെ തന്നെ അവൻ അതുമ്മ കയറുന്നതാണ്. പക്ഷെ അവന് അതുമ്മുള്ള കവറ് കാര്യങ്ങളൊക്കെ മാറ്റണം. അത് അച്ഛനോട് പറയുമായിരുന്നു കേട്ടോ അവൻ്റെ. അപ്പോൾ അച്ഛൻ അത് ഓരോന്നൊക്കെ മാറ്റി എന്നിട്ടാണ് അവൻ സൈക്കിളുമ്മ കയറിയതും ചവിട്ടിയതും കേട്ടോ. അതുവരെ ഇതെന്തിനാ ഇത് ഊരെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം സൈക്കിളുമ്മ കയറി ഇതൊക്കെ സൂപ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ കണ്ടപ്പോൾ തന്നെ അമ്പാന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇതൊന്നും കാണിച്ചൊന്നുമില്ല കേട്ടോ. അതിൽ തന്നെ ഉണ്ട് അവൻ്റെ എല്ലാ സന്തോഷവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അമ്മമ്മൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരെത്തിയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് ഹോം മെയ്ഡ് കേക്കാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. അപ്പം നമുക്ക് വേണ്ടപ്പെട്ട ഒരു ചേച്ചി ഉണ്ടാക്കിയതാണ്. ഹോം മെയ്ഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളിത് കേക്ക് കട്ട് ചെയ്യും. അപ്പോൾ അവന് തന്നെ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. തന്നെ കട്ട് ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ കൈ പിടിച്ചിട്ട് കട്ട് ചെയ്യിക്കുകയായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമാണ്. എപ്പോഴും ചോദിക്കും എൻ്റെ പിറന്നാളായോ, എൻ്റെ പിറന്നാൾ എന്നാവുക, എനിക്ക് കേക്ക് മുറിക്കാനായിരുന്നു. എപ്പോഴും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഇവനെ പൊന്നിട്ട് പിറന്നാളാവാറായിട്ടുണ്ട് കേട്ടോ, ഇത് ഇനി കുറച്ച് ദിവസമുള്ളൂ കേട്ടോ, അങ്ങനെ അവനോട് ഇങ്ങനെ പറയും. അപ്പോൾ അവസാനം അവൻ്റെ ആ ഒരു ദിവസം വന്നപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു കേട്ടോ. കേക്ക് മുറിക്കണം, അതൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ മുറിച്ചിട്ട് അവൻ എല്ലാവർക്കും കേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേട്ടനും അവൻ്റെ അമ്മൂമ്മയ്ക്കും മുത്തശ്ശിക്കും അച്ചമ്മയ്ക്കും അച്ചാച്ചനും അമ്മായിക്കും എല്ലാവർക്കും ഇങ്ങനെ നടന്നിങ്ങനെ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനിടയിൽ ചെറുതായിട്ട് അവൻ്റെ വക കുറുമ്പ് കാര്യങ്ങളൊക്കെ വേറെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തുതന്നെ ആയാലും ഇന്ന് അവന് ഒരുപാട് സന്തോഷം തോന്നിയ ദിവസമാണെന്നാണ് കേട്ടോ ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത്. കാരണം അവൻ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സമ്മാനം, അതായത് സൈക്കിൾ അവൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവനൊരുപാട് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഊണ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലെ അച്ഛനമ്മ എല്ലാവരും വീട്ടിൽ പോയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അവന് സന്തോഷമായൊരു ദിവസമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഗായ്സ്. അതുവരെ ബായ്.